തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചരിത്ര പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ ആദ്യകാല പ്രവാചകന്മാരുടെ പുസ്തകങ്ങളുടെ 9ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. വളരെ ദൈർഘ്യമേറിയ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ സാവൂൾ രാജാവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രാജ്യത്വം എങ്ങനെ തിരസ്കരിക്കപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെയുള്ള വിചിന്തനങ്ങളായിരുന്നു കൊടുത്തത്. അതിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നല്ലോ: ജൂദാ രാജാവായ ദാവീദിൻ്റെ ഗോത്രത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഈ വിശുദ്ധഗ്രന്ഥകാരൻ സാവൂളിൻ്റെ ഗോത്രത്തെക്കുറിച്ച് എഴുതുകയാണ് അല്ലേ. നോക്കിക്കുക, അതാണ് കാരണം വിശുദ്ധഗ്രന്ഥം എഴുതപ്പെടുന്നത് ഈ കാലഘട്ടത്തിനൊക്കെ ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു കഥയുടെ രൂപത്തിൽ എഴുതപ്പെടുന്നെങ്കിലും ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു വലിയ അർത്ഥം കൊടുക്കുന്നുണ്ട്, വിശ്വാസത്തിൻ്റേതായിട്ടുള്ള അർത്ഥം കൊടുക്കുന്നുണ്ട്. ജൂദാ രാജാവായ ദാവീദ് രാജാവിനെ എന്തുകൊണ്ടാണ് ഇസ്രായേൽക്കാർ വളരെയധികം ബഹുമാനിക്കുന്നത്? അദ്ദേഹത്തെക്കുറിച്ച്, ജൂദാ രാജാക്കന്മാരെക്കുറിച്ച് 3 പേരെക്കുറിച്ച് വിശുദ്ധഗ്രന്ഥകാരൻ പറയുന്ന അഭിപ്രായം ഇതാണ്: എൻ്റെ ഹൃദയത്തിന് ചേർന്ന രാജാവ്, അതുപോലെ തന്നെ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഈ രാജാക്കന്മാർ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന രാജാവാണ്. അതിൻ്റെ കാരണം ജൂദാ രാജാവായ ദാവീദ് രാജാവിൻ്റെ പ്രത്യേകത, അദ്ദേഹം പാപം ചെയ്തുവെങ്കിലും അദ്ദേഹം ദൈവിക നിയമങ്ങളുടെ ലംഘനങ്ങളാണ്, നഗ്നമായ ലംഘനമാണ് നടത്തിയത്. കൊലപാതകവും വ്യഭിചാരവുമാകുന്ന നഗ്നമായ ലംഘനങ്ങൾ അദ്ദേഹം നടത്തിയെങ്കിൽ തന്നെയും ഇസ്രായേൽ ജനത്തെ ഒന്നിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ രാജാവെന്ന് പറയുന്ന ദാവീദ് രാജാവ്. ദാൻ മുതൽ ബർഷബ വരെ, നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള ഈ 12 ഗോത്രങ്ങളെയും ഒന്ന് ചേർത്ത് ജെറുസലേം ദേവാലയത്തിൻ്റെ അടിത്തറ ഇട്ട വ്യക്തിയാണ് ദാവീദ് രാജാവ്. വാഗ്ദാന പേടകത്തെ ജെറുസലേമിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച വ്യക്തി. അതുകൊണ്ട് ഇസ്രായേൽ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഇങ്ങനെയുള്ള ഒരു രാജാക്കന്മാരിലാണ്. ദേവാലയത്തിന് കൊടുക്കുന്ന പ്രാധാന്യം മറ്റാരും കൊടുക്കാത്ത രീതിയിൽ വാഗ്ദാന പേടകത്തിനും ദേവാലയത്തിനുമൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ കാണുന്നത് ഈ ദാവീദ് രാജാവിലാണ്. ഒപ്പം തന്നെ ഹെസക്കിയ എന്ന് പറയുന്ന യൂദാ ദേശത്തിൻ്റെ രാജാവ്, ആഹാസിൻ്റെ പുത്രൻ ഹെസക്കിയ, അദ്ദേഹം ദേവാലയത്തെ വിശുദ്ധീകരിക്കുകയും ജനത്തെ ഒന്നിപ്പിക്കുകയും ദേവാലയത്തിലെ കാഴ്ചകളും സമർപ്പണങ്ങളും ബലികളുമൊക്കെ പുനഃസ്ഥാപിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ജോസിയ, നന്നേ ചെറുപ്പത്തിൽ രാജാവായ ജോസിയ 8ാമത്തെ വയസ്സിൽ രാജാവാകുകയും കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ചുരുൾ വായിച്ച് മനസ്സിലാക്കി ചുരുൾ കേൾക്കുകയും ആ ചുരുളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അശുദ്ധമായിരുന്ന ദേവാലയത്തെ വിശുദ്ധമാക്കുകയും ദേവാലയത്തിൽ തിരുനാളുകൾ സ്ഥാപിതമാക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിലാണ് ഈ 3 പേരെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് വിശുദ്ധഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ ഗോത്രക്കാരനായ സാവൂളിൻ്റെ രാജ്യത്വത്തിൽ നിന്ന് മാറി ജൂദ എന്ന് പറയുന്ന ഗോത്രത്തിന് കർത്താവ് രാജ്യത്വം കൽപ്പിച്ചു കൊടുക്കാൻ കാരണം ഇവർ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ, രാജ്യത്വത്തിൻ്റെ അനുഭവം പേറുന്ന വ്യക്തികളാണ്. ഭൂമിയിലുള്ള രാജാക്കന്മാർ എപ്രകാരമായിരിക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ കണ്ടു. അതുപോലെ തന്നെയുള്ള രാജാക്കന്മാരുടെ ഗണത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ 3 രാജാക്കന്മാരും പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ജൂദാ ഗോത്രം എന്ന് പറയുന്നത് അതിന് പ്രാധാന്യം അർഹിക്കുന്നതാണ്. സാവൂളിൻ്റെ 1ാമത്തെ തിരസ്കരണം നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ. തിന്മ ചെയ്തു, തിന്മ ഇതായിരുന്നു, ബലിയർപ്പിക്കാൻ പുരോഹിതൻ വരാതിരുന്നപ്പോൾ, സാമൂഹ്യ വരാതിരുന്നപ്പോൾ ഇദ്ദേഹം ബലിയർപ്പിച്ചു, നിഷിദ്ധമായതായിരുന്നു. പക്ഷെ അതിനുള്ള ശിക്ഷ
സാമുവേൽ പറയുകയാണ്, നിന്നേക്കാൾ ശക്തനായിട്ടുള്ള കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാജ്യത്വം അതിൻ്റെ തിയററ്റിക്കൽ സെൻസിൽ നഷ്ടപ്പെടുകയാണ്. ഇനി 14-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു രസകരമായൊരു ഇൻസിഡൻറ്റ് കാണാൻ പറ്റും. അത് പലപ്പോഴും നമ്മൾ വായിക്കുന്നത് ഇതിനോട് ചേർന്നാണ് വായിക്കുന്നത്. പക്ഷേ അങ്ങനെ വായിക്കാനുള്ളതല്ല 14-ാമത്തെ അധ്യായം. ജോനാഥൻ എന്ന് പറയുന്ന സാവൂളിൻ്റെ മകനെ അവതരിപ്പിക്കുക. ജോനാഥൻ ആരാണ് എന്ന് നമുക്കൊക്കെ അറിയാം. സാവൂളിൻ്റെ പുത്രനും അതിലുപരിയായി ദാവീദിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. നല്ല ഇപ്പോഴത്തെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിൻ്റെ ചങ്കും കരടുമായിട്ടുള്ള വ്യക്തിയാണ് ആര്? ഈ ജോനാഥൻ. അപ്പോൾ അടുത്തു വരുന്ന യുദ്ധമാണ്. 14-ാമത്തെ അധ്യായത്തിൽ അമ്മോന്യരുമായിട്ട് യുദ്ധമുണ്ടാകുന്ന അവസരത്തിൽ ഈ യുദ്ധത്തിന് ചുക്കാൻ പിടിക്കുന്നത് ജോനാഥനാണ്. സത്യം പറഞ്ഞാൽ യുദ്ധത്തിന് ചുക്കാൻ പിടിക്കേണ്ടത് ആരാ? സാവൂളാണ്. പക്ഷേ ജോനാഥൻ ഇവിടെ ചുക്കാൻ പിടിക്കുന്നു. കാരണം എന്നാ? സാവൂളിൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു പോയി. ഇനി രാജ്യത്വം വരുന്നത് ദാവീദിലേക്കാണ്. അതുകൊണ്ട് ജോനാഥനെ അവതരിപ്പിക്കുന്നത് സാവൂളിൻ്റെ പുത്രനായിട്ടല്ല, മറിച്ച് ദാവീദിൻ്റെ സുഹൃത്തായ ജോനാഥൻ എന്നാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ജോനാഥനിലേക്ക് അധികാരം കൈമാറുന്നതും ഈ അധികാരം 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ജോനാഥൻ അദ്ദേഹത്തിൻ്റെ ഉടുപ്പ്, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ദാവീദ് രാജാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ രാജ്യത്വത്തിൻ്റെ അധികാരം കൈമാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്നേഹമുള്ളവരെ, ഇതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാനുള്ള രീതി. നമ്മൾ പെട്ടെന്ന് അതിൻ്റെ സ്ട്രക്ചറിലേക്ക് അടുത്ത് സാവൂളിൻ്റെ പുത്രൻ ജോനാഥനല്ലേ, അത് കുഴപ്പമില്ല, രണ്ടുപേരും കൂടെ യുദ്ധം ചെയ്തോളും എന്നൊക്കെ വിചാരിച്ച് പോയെങ്കിൽ തന്നെയും വിശുദ്ധ ഗ്രന്ഥകാരൻ്റെ ഉള്ളിൽ കിടക്കുന്നതല്ല. വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജോനാഥൻ എന്ന് പറയുന്നത് സാവൂളിൻ്റെ പുത്രൻ എന്നതിനേക്കാൾ ഉപരിയായി ദാവീദിൻ്റെ സുഹൃത്താണ്. ആ ദാവീദും അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രതയിലാണ് ഈ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ സാവൂളിൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ട് ദാവീദിലേക്ക് ആ രാജ്യത്വം കൈമാറുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് 14-ാമത്തെ അധ്യായത്തിലെ യുദ്ധത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 15-ാമത്തെ അധ്യായത്തിൽ വീണ്ടും സാവൂളിൻ്റെ പാപത്തെക്കുറിച്ച് പറയുക. 2-ാമത്തെ പാപം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമാവർത്തന പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ഈ പറയുന്നത് പോലെ ഒരു യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ, വിശുദ്ധ യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ നീ ആ സ്ഥലത്തു നിന്ന്, യുദ്ധം ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒന്നും എടുക്കരുത്. നമ്മളറിയാം നിയമാവർത്തന പുസ്തകത്തിൻ്റെ 7-8 ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 7-8 അധ്യായങ്ങളിലൂടെ നമ്മൾ കണ്ട ആഖാന്റെ പാപം, ഇതെല്ലാം ഇതിനോട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. ആഖാന്റെ പാപത്തിൻ്റെ കാരണം ആഖാൻ ആ ജെറീക്കോയിൽ നിന്ന് അവശിഷ്ടങ്ങളെടുത്തു, പോക്കറ്റിൽ വിട്ടു. ഇവിടെ ആകട്ടെ സാവൂൾ എന്ത് ചെയ്തു? അമ്മോന്യ രാജാവായ അഗാഗ് എന്ന് പറയുന്ന രാജാവിനെ അദ്ദേഹം രക്ഷിച്ചു. അദ്ദേഹത്തെ നശിപ്പിക്കണമെന്നാണ് നിയമം, പക്ഷെ അദ്ദേഹത്തെ രക്ഷിച്ചു. അതിനാൽ ദൈവിക നിയമങ്ങളോട് സഹകരിക്കാതിരുന്ന ഈ സാവൂൾ എന്ന് പറയുന്ന രാജാവിനെ സാമുവേൽ പറയുകയാണ്, കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കായകയാൽ നിന്നെ ഈ രാജ്യത്വത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തിരിക്കുന്നുവെന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വായിച്ചു കേൾക്കുന്ന 15-ാമത്തെ അധ്യായത്തിൽ സാമുവേൽ പറഞ്ഞു, 22-ാമത്തെ വാക്യം, സാമുവേൽ പറഞ്ഞു, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം, മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. സാവൂൾ പറഞ്ഞു. സാമുവേലിന്റെ മുമ്പിൽ പാപം ഏറ്റു പറയുന്നു. പിന്നെ സാമുവേൽ പറയുകയാണ് 26-ാമത്തെ വാക്യം, ഞാൻ നിന്നോടൊത്ത് വരില്ല, നീ കർത്താവിന്റെ വചനം തിരസ്കരിച്ചതിനാൽ ഇസ്രായേൽ രാജാവായിരിക്കുന്നത് നിന്നെയും അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു. കണ്ടോ, കർത്താവ് പറഞ്ഞു, താൻ്റെ വചനം, ദൈവമായ കർത്താവ് നിന്നെ തിരസ്കരിച്ചിരിക്കുന്നു. കാരണം നീ ദൈവത്തെ തിരസ്കരിച്ചു. അങ്ങനെയാണല്ലോ രാജ്യത്വം. യഥാർത്ഥ രാജാവായ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട രാജാവ് ദൈവത്തെ തിരസ്കരിച്ചതിനാൽ കർത്താവ് രാജാവിനെ തിരസ്കരിച്ചിരിക്കുന്നു. ആകയാൽ ഇനി ഞാൻ നിന്നോടൊത്ത് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട്
രാജ്യത്വം സാമുവൽ ശൗലിൽ നിന്ന് രാജ്യത്വം എടുത്ത് കളയുകയാണ്. അതിൻ്റെ ഒരു പ്രതീകമാണ് തുടർന്ന് വരുന്ന പ്രത്യേകിച്ച് 27-ാമത്തെ വാക്യം മുതൽ 15-ന്റെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്. അത് ഇപ്രകാരമാണ്: ശമൂവേൽ പോകാൻ ഒരുങ്ങുകയാണ്. കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സാവൂളിനെയാണ് വിശുദ്ധ അവതരിപ്പിക്കുക. പോകാനൊരുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേലങ്കിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉടുപ്പിൽ ഇദ്ദേഹം പിടിക്കുകയാണ്, ശൗൽ പിടിക്കുകയാണ്. ഉടനെ ആ ഉടുപ്പ് രണ്ടായിട്ട് കീറി. ഈ സംഭവത്തെ ശമൂവേൽ പ്രവാചകൻ വ്യാഖ്യാനിക്കുക, നോക്കിക്കേ, എൻ്റെ ഉടുപ്പ് രണ്ടായിട്ട് കീറി, നീ പുതിയ മേടിച്ചു തരാൻ പറഞ്ഞിട്ട് പറയല്ല, എൻ്റെ ഉടുപ്പ് ആപ്പാടുള്ള ഉടുപ്പാണ്, രണ്ടുടുപ്പേ ഉള്ളൂ, കാരണം രണ്ടുടുപ്പേ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, രണ്ടുടുപ്പേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഉടുപ്പൂടെ മേടിച്ചു തരണമെന്ന് പറയുകയല്ല, എൻ്റെ ഉടുപ്പ് രണ്ടായിട്ട് കീറി, ആകയാൽ ഇതുപോലെ തന്നെ നിൻ്റെ രാജ്യം രണ്ടായിട്ട് കീറാൻ പോവാണ്. ഇസ്രായേലും ജൂദായും എന്നുള്ള ആ രാജ്യം രണ്ടായിട്ട് കീറി പോകാൻ പോവാണ്. നിൻ്റെ രാജ്യത്വം ഞാൻ എടുത്ത് വേറൊരാൾക്ക് കൊണ്ടു കൊടുക്കാൻ പോവാണ്. നിന്നെക്കാട്ടിലും അധികമായി ദൈവത്തിൻ്റെ ഹൃദയത്തിനോട് ചേർന്ന ഒരു വ്യക്തിയെ കൊടുക്കാൻ പോവാണ്. യഥാർത്ഥത്തിൽ ഈ 1, 11, 13, 14, 15 അധ്യായങ്ങളിലൂടെ ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ പ്രോജക്റ്റ്, അതായത് രാജാവിനെ കുറിച്ചുള്ള പ്രോജക്റ്റ്, അത് നമ്മൾ കണ്ട രാജ്യത്വത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചുള്ളതാണ്. യഥാർത്ഥത്തിൽ ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട വ്യക്തികളാണ്. ഇതെല്ലാറ്റിനെയും ഒന്നുപോലെ സൂക്ഷിക്കേണ്ട വ്യക്തികളാണ്. ഒറ്റ ഒരാളെ പോലും നഷ്ടപ്പെടുത്താതെ എല്ലാറ്റിനെയും പിതാവിന് മുമ്പിൽ സമർപ്പിക്കേണ്ട വ്യക്തികളാണ്. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് വെട്ടുമാറി കർത്താവിനെ ധിക്കരിച്ചതിനാൽ അവനെയും കർത്താവ് ധിക്കരിച്ചിരിക്കുന്നു എന്നുള്ള വേർഡിക്റ്റാണ്, ജഡ്ജ്മെൻ്റാണ് യഥാർത്ഥത്തിൽ ഈ സാവൂളിന് കിട്ടുന്നത്. അതുകൊണ്ട് സാവൂൾ ഒരു കാരണവശാലും കർത്താവിന് പ്രീതികരമായിട്ടുള്ള ഒരു രാജാവാവുകയില്ല. അദ്ദേഹത്തിൻ്റെ രാജ്യത്വം അടിമത്തത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും രാജ്യത്വമാണ് എന്ന് അസന്നിഗ്ധമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇതിനോട് ചേർത്താണ് അടുത്ത രംഗമെന്ന് പറയുന്നത് ദാവീദ് രാജാവിനെ കുറിച്ചുള്ളതാണ്. 16-ാമത്തെ അധ്യായം 1 സാമുവേലിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം മുതൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം വരെ നീണ്ടു കിടന്നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവ് ഏത് വർഷമാണ് ഭരിച്ചത്? 1010 മുതൽ BC 1010 മുതൽ 970 BC വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുക. വളരെയധികം പ്രശ്നസങ്കീർണമായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് ദാവീദ് രാജാവ് യഥാർത്ഥത്തിൽ തൻ്റെ രാജ്യത്വം മുൻപോട്ട് കൊണ്ടുപോവുക. ആദ്യത്തെ പ്രശ്നമെന്ന് പറയുന്നത് സാവൂൾ തന്നെയായിരുന്നു പ്രശ്നം. കാരണം സാവൂള് തിയററ്റിക്കലായിട്ട് രാജ്യത്വം ഒക്കെ നഷ്ടപ്പെട്ടെങ്കിലും, തിയോളജിക്കലായിട്ട് രാജ്യത്വമൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും, പ്രാക്ടിക്കലായിട്ട് ഈ ദേശത്തെ രാജാവ് ഇദ്ദേഹം തന്നെയാണ്, സാവൂൾ തന്നെയാണ്. ആളുകൾ അദ്ദേഹത്തെ രാജാവായിട്ടും അവരോധിച്ചു. അതുപോലെ തന്നെ ആളുകൾ ശമൂവേൽ അദ്ദേഹത്തെ തൈലാഭിഷേകം നടത്തി. ഇതൊക്കെ ശരിയാണ്. അതുകൊണ്ട് ആളുകളുടെ മുമ്പിൽ രാജാവ് സാവൂൾ തന്നെയാണ്. എന്നാൽ ദാവീദ് ആളുകളുടെ മുമ്പിലല്ല, ദൈവത്തിന് മുമ്പിൽ രാജാവ് ദാവീദ് തന്നെയാണ്. അപ്പം ഇങ്ങനൊരു ക്ലാഷ് എപ്പോഴും ഉണ്ടാകുന്നു. തുടർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് 19, 20, 21 അധ്യായങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ദാവീദ് രാജാവിന് ഈ ക്ലാഷ് കാണാൻ പറ്റും. സാവൂളുമായിട്ടുള്ള ഉലച്ചിലുകൾ, ബന്ധങ്ങളുടെ ഉലച്ചിലുകൾ. സാവൂൾ ദാവീദിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ദാവീദ് ഒളിച്ചോടി പോകുന്നു. അങ്ങനെ ദാവീദ് ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുന്നു. സാവൂൾ ആ ഗുഹയുടെ പുറത്ത് നിൽക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യകാലം എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഭരണത്തിൻ്റെ ആദ്യകാലങ്ങളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്ലാഷുകളുള്ള കാലഘട്ടമാണ്. ഒത്തിരി ബന്ധങ്ങളുടെ ഉലച്ചിലുകൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ ഇങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുക. ഇനി ദാവീദിൻ്റെ ഈ രാജ്യത്വത്തിൻ്റെ തുടക്കം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ ദാവീദിൻ്റെ രാജ്യത്വം വളരെയധികം എക്സ്റ്റെൻസീവായിട്ട് കാണപ്പെടുകയാണ്. വളരെ വിശാലമായിട്ട് കാണുന്നത് ഈ പുസ്തകങ്ങളിലൂടെയാണ്. 16-ാമത്തെ അധ്യായം മുതൽ
ഒരു 2 സാമുവേലിന് മുഴുവൻ അധ്യായങ്ങൾ, അതിനുശേഷം 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ. അതോടുകൂടിയാണ് ദാവീദിൻ്റെ രാജ്യത്വം അവസാനിക്കുക. ഇത് ഇത്രമാത്രം എക്സ്റ്റെൻസീവായിട്ട് വിശാലമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എങ്ങനെയാണ് ഇദ്ദേഹം ദാവീദ് രാജാവായിട്ട് അവരോധിക്കപ്പെട്ടത്? ഉറപ്പായിട്ട് നമുക്കറിയാം, ദൈവം അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. അദ്ദേഹത്തിൻ്റെ തൈലാഭിഷേകത്തിലൂടെ, ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ തൈലാഭിഷേകത്തിലൂടെ അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുകയാണ്. രണ്ടാമതായി, എങ്ങനെ രാജാവായിട്ട്, ഇസ്രായേലിൻ്റെയും ജൂദായുടെയും രാജാവായിട്ട് അദ്ദേഹമായിരുന്നു. കാരണം ഇസ്രായേലിൻ്റെ രാജാവായിട്ടാണ് യഥാർത്ഥത്തിൽ സാവൂൾ നിൽക്കുന്നത്. അന്ന് യൂണിഫൈഡ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ആ രാജ്യം എങ്ങനെയാണ് ഇദ്ദേഹം ജൂദായുടെയും ഇസ്രായേലിൻ്റെയും രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്? പലരും ഇദ്ദേഹത്തെ നീ ഞങ്ങളുടെ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട്. അതൊക്കെയുള്ള പ്രൊക്ലമേഷൻസൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ദാവീദിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഭാഗം, ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം നമ്മൾ വായിക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റയർ സ്റ്റോറിയാണ്. ദാവീദിനെക്കുറിച്ചുള്ള എൻ്റയർ സ്റ്റോറിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇത് രൂപീകരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ നോക്കണം. ഇതെങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? അതായത് ഇതിനെക്കുറിച്ചുള്ള ദാവീദ് രാജാവിനെക്കുറിച്ചുള്ള രാജ്യത്വത്തിൻ്റെ പാരമ്പര്യങ്ങൾ, കഥകൾ, സംഭവങ്ങളൊക്കെ ഈ പുസ്തകം എഴുതപ്പെടുന്ന കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ സംഭവങ്ങളെയൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കോർട്ട് ഹിസ്റ്ററി ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് ഇങ്ങനത്തെയുള്ള ഹിസ്റ്ററികളൊക്കെ ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ടെക്സ്റ്റ് എന്ന് പറയുന്ന വലിയൊരു അനത്ത് എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകത്തിൽ കാണാം. അതിനകത്ത് അസീറിയൻ കിങ്ങുകളുടെ, രാജാക്കന്മാരുടെ ഹിസ്റ്ററിയുണ്ട്, കോർട്ട് ഹിസ്റ്ററിയുണ്ട്. അതുപോലെ തന്നെ ബാബിലോണിയൻ രാജാക്കന്മാരുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളുണ്ട്. അവരെങ്ങനെയാണ് സ്ഥാനത്തേക്ക് കയറി. ഇതുപോലെ തന്നെ ദാവീദ് രാജാവിൻ്റെ കുറിച്ചുള്ള ഒരു കോർട്ട് ഹിസ്റ്ററിയുടെ പശ്ചാത്തലത്തിലാണ്, അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾച്ചേർത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു സംഭവം കാണുന്നത് സോളമൻ രാജാവിനെ കുറിച്ചാണ്. ഈ ദാവീദ് രാജാവിന് ശേഷം അടുത്ത രാജാവാരായിരിക്കും? സോളമൻ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് മറ്റ് മക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഈ സോളമൻ രാജാവിനെ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്? ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. ഒന്നാമതായി ഇതിൻ്റെ അകത്തെ ദൈവശാസ്ത്ര ഭാഗത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. കോർട്ട് ഹിസ്റ്ററി ഓഫ് ഡേവിഡ്, അതായത് ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ചരിത്രം, കൊട്ടാരത്തിലേക്ക് അദ്ദേഹം എങ്ങനെ കടന്നു വരുന്നു എന്നതിൻ്റെ ചരിത്രം. 16-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇപ്രകാരമാണല്ലോ. വായിച്ചു നോക്കണം. ആ ഭാഗം വരുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ പുസ്തകത്തിലേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദാവീദിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാവൂളിനെ ദൈവമായ കർത്താവ് സ്ഥാനഭ്രഷ്ടനാക്കി. ശമൂവേൽ സാവൂളിന് അത്രമാത്രം ശാപം കൊടുത്തിട്ട് തിരികെ വരുമ്പോൾ ദൈവമായ കർത്താവ് ശമൂവേലിനോട് പറയുകയാണ്, അടുത്ത ഒരു രാജാവിനെ വാഴിക്കാൻ വേണ്ടി ബെത്ലഹേമിലേക്ക് പോവുക. അവിടെ ജസ്സ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിലേക്ക് പോവുക. ആരാണ് ജസ്സ എന്ന് 2 എപ്പിസോഡുകൾക്ക് മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് റൂത്ത് എന്ന് പറയുന്ന പുസ്തകത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. റൂത്ത് എന്ന് പറയുന്ന മോവാബ്യ സ്ത്രീയിൽ നിന്ന് ബോവാസിൻ്റെ ബെത്ലഹേംകാരനായ ബോവാസിലൂടെ മോവാബ്യ സ്ത്രീയിൽ നിന്ന് കടന്നു വന്ന ഒരു തലമുറയിൽപ്പെട്ട വ്യക്തിയാണ് ജസ്സയുടെ പുത്രനാണ് ദാവീദ്. അപ്പം ജസ്സയുടെ അടുത്ത് പോയി ഒരു പുത്രനെ ഞാൻ കാണിച്ചു തരും, അവനെ അഭിഷേകം ചെയ്യും. ഉടനെ ശമൂവേൽ പറയുക, അയ്യോ എനിക്ക് പോകാൻ പേടിയാ. കാരണം എന്താ? സാവൂൾ രാജാവായിട്ട് നിൽക്കുക, ഞാനെങ്ങനെ പോകും? ഉടനെ കർത്താവ് ഒരു മാർഗം ഉപദേശിക്കുകയാണ്. നീ ഒരു കാളക്കുട്ടിയെ കൂടെ കൊണ്ടുപോകണം. എന്തിനാ? അവിടെ ചെന്നിട്ട് ബലി അർപ്പിക്കണം. ആ ബലിയർപ്പണത്തിൻ്റെ സമയത്ത് ഓരോരുത്തരെ വിളിക്കണം, അഭിഷേകം ചെയ്യണം. ഓക്കെ, ഇത് വളരെ ഒരു പെട്ടെന്ന് നടത്താൻ പറ്റുന്ന ഒരു മാർഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും അതിനേക്കാളുപരിയായിട്ട് വേറൊരു സത്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അതിനേക്കാട്ടിലുപരിയായി വേറൊരു സത്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എന്താണ് ആ സത്യം? രാജത്വം എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന ദാനമാണ്. ഈ ദാനം ഉടമ്പടിയുടെ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. എന്നോട് പറയാം, ദൈവം കൊടുക്കുന്ന ദാനമാണ് രാജത്വം. ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത് രാജത്വത്തിലേക്ക്. ഇത് ഉടമ്പടിയുടെ ഭാഗമാണ്. ദൈവം തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനും ദൈവവും തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കണം. ഞാൻ നിനക്ക് ദൈവവും നീ എനിക്ക് പുത്രനുമായിരിക്കും എന്നുള്ള ഉടമ്പടിയുടെ ബന്ധം. ആ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത് ബലിയർപ്പണത്തിലൂടെ. അതുകൊണ്ടാണ് ഒരു ബലിവസ്തുവിനെ കൊണ്ടുവന്ന് ആ ബലിയർപ്പണത്തിൻ്റെ സമയത്ത് ഉടമ്പടിയുടെ ബന്ധത്തെ നവീകരിക്കുന്നത് പോലെ ഈ ജസ്സയുടെ പുത്രനായ ദാവീദിനെ നീ അഭിഷേകം ചെയ്യണം. കണ്ടോ, ഇതാണ് വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായ ദൈവശാസ്ത്രം. ഒരു രാജാവിൻ്റെ ദൈവശാസ്ത്രം അവിടെയാണ്. രാജാവ് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം നൽകുന്ന ദാനമാണെന്നും ആ ദാനം ഉടമ്പടിയുടെ അനുഭവത്തിലൂടെ മാത്രമേ സ്വീകരിക്കപ്പെടാൻ പാടുള്ളൂ. അതിനെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഉടമ്പടിയെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബലിയർപ്പണം ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയിലൂടെ അവൻ രാജാവെന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുക. മേലഹ് എന്ന ടൈറ്റിലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. മേലഹ്, രാജാവെന്നുള്ള ടൈറ്റിൽ അദ്ദേഹത്തിന് കിട്ടുകയാണ്. ഇങ്ങനെ അടുത്ത ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാ ശമൂവേൽ പറഞ്ഞതുപോലൊക്കെ ചെയ്തു. ഓരോ മക്കളെയും ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. മക്കളെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നപ്പോൾ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഇവനെ അല്ല ദൈവമായ കർത്താവ് രാജാവാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 16-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്. ഇപ്രകാരമാണ്: ജസ്സ തൻ്റെ 7 പുത്രന്മാരെ കൊണ്ടുവന്നു. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമൂഹ്യം അവനോട് ചോദിച്ചു. 11-ാമത്തെ വാക്യം 16-11 കേട്ടോ. ഇനി ഇളയ മകനുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇളയ മകനുണ്ട്. അത് പെട്ടെന്ന് നമ്മൾ വായിച്ചു പോകും, മലയാളത്തിൽ അത് വായിച്ചു പോകും. പക്ഷേ ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത് വേറൊരു വാക്കിലൂടെയാണ്. ഹെബ്രായ ഭാഷയിൽ ഓദ് ഷെയാർ ഹക്കത്തോൺ, ഓദ് ഷെയാർ ഹക്കത്തോൺ, there remains a small portion, ഒരു ഭാഗം, അവശിഷ്ട ഭാഗം നിലനിൽപ്പുണ്ട്. ആരാണ് അവശിഷ്ട ഭാഗം? ആ പുത്രൻ്റെ പേരാണ് ദാവീദ്. നോക്കിക്കേ, ഇത് അവതരിപ്പിക്കുന്ന അവശിഷ്ട ഭാഗം നിലനിൽക്കുന്നു. ആ പുത്രൻ്റെ പേരാണ് ദാവീദ് എന്ന് പറയുന്നതിലൂടെ വലിയ ദൈവശാസ്ത്ര അനുഭവത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുപോവുക. വിശുദ്ധ ഗ്രന്ഥത്തെ മുഴുവനെയും നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരികയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ. കാരണം ഒരു ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ ജൂദാദേശത്തെ ദൈവത്തിൻ്റെ അവശിഷ്ട ഭാഗമാക്കി ഉയർത്തി അവനെ ദൈവമായ കർത്താവ് പൂർണ്ണമായിട്ട് ഉയർത്തുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. നമുക്കറിയാം, ഇത് ജൂദാദേശത്തിന് കർത്താവ് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്താണ് റംനൻ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അർത്ഥം ഒരു താന്നു കിടക്കുന്ന ഭാഗമല്ല, മറിച്ച് ഏത് പ്രശ്നങ്ങളിലും ഏത് പ്രതിസന്ധികളിലും കർത്താവിൻ്റെ വചനത്തോട് കൂറു പുലർത്തിക്കൊണ്ട് ദൈവമായ കർത്താവിൻ്റെ നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും അനുശാസനങ്ങളും പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്നവനെയാണ് പറയുന്നത് റംനൻ്റ് അല്ലെങ്കിൽ അവശിഷ്ട ഭാഗം. അല്ലാതെ ബലഹീനനായ ഭാഗമല്ല അത്. അതുകൊണ്ട് ദാവീദ് രാജാവിനെ തിരഞ്ഞെടുക്കുന്ന അതേ നിമിഷത്തിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ഇവനാണ് ഇസ്രായേലിൻ്റെ അവശിഷ്ട ഭാഗം, ഇവനിലൂടെയാണ് ഞാൻ ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ വിശുദ്ധീകരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ പോസ്റ്റ് എക്സീലി പീരീഡ്, പ്രവാസാനന്തര കാലഘട്ടത്തിൽ ഈ ചരിത്രം നമുക്ക് സുവ്യക്തമാണ്. കാരണം പറയുന്നത് ഇപ്രകാരമാണ്: ഇസ്രായേൽ എന്ന് പറയുന്ന ജനം ബാബിലോണിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന, ജൂദാദേശം ബാബിലോണിൻ്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ആ ജനത്തെ ദൈവമായ കർത്താവ് ഒരുക്കിയെടുക്കുകയാണ്. പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കർത്താവ് അവരെ ഒരുക്കിയെടുത്ത് വാഗ്ദാന നാട്ടിലേക്ക് പോകുമ്പോൾ ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ അവസാനം പറയുന്നു, എന്താണ്? ജോഷുവ
അല്ലെങ്കിൽ സെറുബാബേൽ എന്ന് പറയുന്ന ശലാത്തിയലിൻ്റെ പുത്രനായ സെറുബാബേലിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് ഉയർത്തുക, അദ്ദേഹത്തെ ഉയർത്തുക. അതുപോലെ തന്നെ ജോഷുവയെ ഉയർത്തുക. അതുപോലെ തന്നെ അവശിഷ്ട ഭാഗമായി കടന്നു വന്ന ജനത്തെ ഉയർത്തിക്കൊണ്ട് പുതിയ ദേവാലയം നിർമ്മിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന വിശിഷ്ടമായ വ്യക്തികളാണ് ജൂദാ ഗോത്രത്തിൽപ്പെട്ട ഈ അവശിഷ്ട ഭാഗം. അതുകൊണ്ട് ജൂദാദേശത്തിന് ഉള്ള പ്രാധാന്യത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവശിഷ്ട ഭാഗമായിട്ട് കർത്താവ് ജൂദാദേശത്തെ മാറ്റി. അത് ബലഹീനമായ ഭാവമല്ല, മറിച്ച് എന്നും ഏത് സമയത്തും പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവവചനത്തിന് കാവലാളായിട്ട് നിൽക്കുന്ന ഒരു അവശിഷ്ട ഭാഗമാണ് കർത്താവിൻ്റെ ഈ ജൂദാദേശമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് ഇവിടെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ഒരു പദം വിശുദ്ധഗ്രന്ഥകാരൻ ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ മനോഹരമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റണം. ഈ ഒരു യാഥാർത്ഥ്യം ദാവീദിലൂടെ കടന്നു വരുന്ന ജൂദാ വംശത്തിൻ്റെ നവീകരണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യമാണ് തുടർന്ന് വരുന്ന പുസ്തകങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത രംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. കർത്താവിൻ്റെ ഹിതപ്രകാരം കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. ഇനി രണ്ടാമത് എന്ത് വേണം? ഇനി ഇദ്ദേഹത്തെ പ്രൊക്ലെയിം ചെയ്യണം. ഇദ്ദേഹം രാജാവാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രൊക്ലെയിം ചെയ്യണം. ആരാണ് പ്രൊക്ലെയിം ചെയ്യേണ്ടത്? ജനം പ്രൊക്ലെയിം ചെയ്യണം. അങ്ങനെയാണ് അടുത്ത എപ്പിസോഡ് കടന്നു വരുന്നത് 17-ാമത്തെ അധ്യായത്തിൽ. ഇതാ സാവൂൾ രാജാവ് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് നിൽക്കുമ്പോൾ ഫിലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നു. ഫിലിസ്ത്യരുടെ ഏറ്റവും വലിയൊരു തലവനാണ് ഗോലിയാത്ത് എന്ന് പറയുന്ന തലവൻ. ആ ഗോലിയാത്തിനെ അജാനുബാഹുവായ ഗോലിയാത്ത്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പോലും ഒരൊറ്റ ഇസ്രായേൽക്കാരനും സാധിക്കത്തില്ല. സാവൂൾ രാജാവ് വലിയ രാജഭരണമാണെന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ. പുള്ളിക്ക് പോലും ഇദ്ദേഹത്തെ നശിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സാവൂൾ ഒരു കാര്യം ചെയ്തു. എന്നാ ചെയ്തു? അദ്ദേഹം ഒരു വലിയൊരു പ്രൊക്ലമേഷൻ നടത്തി, ഒരു അനൗൺസ്മെൻ്റ് നടത്തി. അതിങ്ങനെയായിരുന്നു: ഗോലിയാത്തിനെ നശിപ്പിക്കുന്ന ആ വ്യക്തിക്ക് ഞാൻ എൻ്റെ മകളായ മിക്കായെ കല്യാണം കഴിച്ചു കൊടുക്കും. അതാണ് പറഞ്ഞത്. രാജ്യത്തിൻ്റെ പകുതി പോലും കൊടുക്കുന്ന രീതിയിൽ പോലും അദ്ദേഹം അനൗൺസ് ചെയ്യാണ്, ആരെങ്കിലും ഈ ഗോലിയാത്തിനെ നശിപ്പിക്കുകയാണെങ്കിൽ ഈ എൻ്റെ മകളായ മിക്കായെ ഞാൻ അവൾക്ക് കെട്ടിച്ചു കൊടുക്കും. അങ്ങനെ പോലും പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സാവൂളിന് പോലും ഈ ഗോലിയാത്തിനെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഇരിക്കെ ഈ ചെറിയ ബാലനായ ദാവീദ് കടന്നു വരികയാണ്. ദാവീദിനെ അഭിഷേകം ചെയ്തെന്ന് ഓർത്തോണേ. ദാവീദ് കടന്നു വരികയാണ്. തൻ്റെ സഹോദരന്മാർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഹോദരന്മാർക്ക് വലിയ പൊതിച്ചോറൊക്കെ കൊണ്ട് കൊടുക്കുക. നമ്മുടെ ഓർത്ത് നോക്കി, നമ്മുടെ നിലയുള്ള പാത്രമൊക്കെ ഓർത്താൽ മതി. നിലയുള്ള പാത്രത്തിൽ 3 സഹോദരന്മാർക്ക് നിലയുള്ള പാത്രത്തിൽ ഇങ്ങനെ ആ ഭക്ഷണമൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും ആ മനുഷ്യൻ ദാവീദ് രാജാവിൻ്റെ നീളത്തിനൊപ്പിച്ച് ആ പാത്രം വന്നു. ഈ പൊട്ടി ഇങ്ങനെ എടുത്തുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് പോവുക സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഈ അവസരത്തിലാണ് ആരാണ് യുദ്ധം ചെയ്യുന്നത്, ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സാവൂൾ കിടന്ന് ബഹളം വെക്കുന്ന സമയത്ത് ദാവീദ് രാജാവ് പറഞ്ഞു, ഞാനൊന്ന് അരക്കൈ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു പയ്യനുണ്ട്, അവൻ യുദ്ധത്തിന് തയ്യാറാണ്, തോൽപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഉടനെ സാവൂൾ കൽപ്പനയിട്ടു, ഇവനെ യുദ്ധത്തിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ധരിപ്പിക്കുക. ഓക്കെ, ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ധരിപ്പിച്ചു, തലയിൽ തൊപ്പി ധരിപ്പിച്ചു, പാദങ്ങളിൽ ഷൂ ഒക്കെ ധരിപ്പിച്ചു, പടച്ചിട്ടൊക്കെ ഇട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സജ്ജമാക്കി. ഈ ദാവീദ് എന്ന് പറയുന്ന രാജാവ് ഈ കൊച്ചു പയ്യൻ എന്ത് ചെയ്തെന്നറിയാവോ? ഈ തൊപ്പിയെടുത്ത് ദൂരോട്ട് വലിച്ചെറിഞ്ഞു, ഈ ഷൂ എടുത്ത് ദൂരോട്ട് വലിച്ചെറിഞ്ഞു. എന്നിട്ട് കയ്യിലൊരു കണവയെടുത്തിട്ട് അങ്ങനൊരു സാധനം എടുത്തിട്ട് ഇങ്ങനെ എയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പറയുകയാണ്, അമ്പോ വില്ലോടോ ഒന്നുമല്ല, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ യുദ്ധം ചെയ്യുന്നു. നോക്കിക്കേ, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ യുദ്ധം ചെയ്യുന്നു. സാവൂൾ രാജാവ് അമലേക്കിനുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ദൈവകൽപ്പന ലംഘിച്ചെങ്കിൽ
ദാവീദ് രാജാവ് ഗോലിയാത്തുമായി യുദ്ധം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവനാമത്തിൽ യുദ്ധം ചെയ്ത് ഗോലിയാത്തിനെ നശിപ്പിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുക. ദാവീദ് ഗോലിയാത്തിനെ നശിപ്പിക്കുന്നതിലൂടെ ഇസ്രായേൽ ജനം, അവിടെ ഉണ്ടായിരുന്ന ജനം മുഴുവനും ഇദ്ദേഹത്തെ പൊക്കിയെടുത്തിട്ട് പറയുകയാണ്, സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. എൻ്റെ അർത്ഥം എന്താണ്? ആരാ രാജാവ്? സാവൂൾ 1000 മാത്രമേ കൊന്നുള്ളൂ, ദാവീദാണെങ്കിലോ 10,000 കൊന്നു. അതിനാൽ ദാവീദാണ് ഞങ്ങളുടെ രാജാവെന്ന് ജനം ഏറ്റുപറയുന്ന ഭാഗമാണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഈ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. ദാവീദിനെ ഇസ്രായേലിൻ്റെ മുഴുവൻ്റെയും രാജാവായിട്ട് ഏറ്റുപറയുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ജനത്തെയാണ് നമ്മൾ കാണുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള സംഗതിയാണ്. ഈ രാജ്യത്വം, ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയുടെ രാജ്യത്വം ലോകം മുഴുവനും അംഗീകരിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. ദാവീദ് എന്ന് പറയുന്ന രാജാവിൻ്റെ രാജ്യത്വം ലോകം മുഴുവൻ അംഗീകരിക്കുക. ആരൊക്കെയാണ് അംഗീകരിക്കുന്നത്? പ്രധാനമായിട്ടും ജോനാഥൻ അംഗീകരിക്കുന്നു. 2 മിക്ക അംഗീകരിക്കുന്നു. 3-ാമതായിട്ട് ദാവീദിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കുന്ന സാവൂൾ തന്നെ ദാവീദിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കുന്നു. സിക്ലാഗ് എന്ന് പറയുന്ന ദേശത്തെ ആളുകൾ ദാവീദിൻ്റെ രാജ്യത്വം അംഗീകരിക്കുന്നു. അബിഗായിൽ എന്ന് പറയുന്ന ദാവീദിൻ്റെ രാജ്യത്തെ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ ജൂദായിലെയും ഇസ്രായേലിലെയും നേതാക്കന്മാർ ദാവീദിനെ രാജാവായിട്ട് അവരോധിക്കുന്നതിലൂടെ ഒരു ഇസ്രായേലിൻ്റെ യുണൈറ്റഡ് മൊണാർക്കിയായ ഇസ്രായേലിൻ്റെ വിഭജിക്കപ്പെടാത്ത അവിഭക്തമായ ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദ് രാജാവ് മാറുന്ന രംഗമാണ് നമ്മളിവിടെ കാണുക. അതുകൊണ്ട് എങ്ങനെയാണ് ദാവീദിൻ്റെ രാജാവിൻ്റെ രാജ്യത്വം അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു വിചിന്തനമാണ് 1 സാമുവേലിൻ്റെ പുസ്തകം 17 മുതൽ 2 സാമുവേലിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം വരെയുള്ള വചനഭാഗങ്ങളിൽ കാണുക. നമുക്കൊന്ന് പ്രത്യേകമായിട്ട് ഒന്ന് നോക്കാം, ആരൊക്കെയാണ് ഈ ദാവീദിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കുന്നത്. ഒന്നാമതായി ജോനാഥൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ജോനാഥൻ ആരാണ്? സാവൂളിൻ്റെ പുത്രനാണ് ജോനാഥൻ. 18-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയൊരു ഒരു സിംബോളിക് ആക്ട് നമ്മൾ കാണുന്നുണ്ട്. അതിപ്രകാരമാണ്, ജോനാഥൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രമെടുത്ത്, രാജകീയ വസ്ത്രമെടുത്ത് ദാവീദിനെ കൈമാറുന്നതായിട്ട് കാണുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ജോനാഥനെ വിശുദ്ധഗന്ധം സാവൂളിൻ്റെ പുത്രനായിട്ട് കരുതുന്നെങ്കിൽ, എന്നാൽ വിശുദ്ധഗന്ധത്തിനുള്ള ദൈവശാസ്ത്രം സാവൂളിൻ്റെ പുത്രനേക്കാട്ടിലുപരിയായി ജോനാഥൻ ദാവീദിൻ്റെ അത്രമാത്രം അടുത്ത ഹൃദയബന്ധിയായ ഒരു സുഹൃത്താണ്, സ്നേഹിതനാണ്. അതുകൊണ്ട് ദാവീദ് രാജാവ് ദാവീദിനെ അതിൻ്റെ രാജ്യത്വം അംഗീകരിക്കുന്ന രീതിയിൽ ജോനാഥൻ തൻ്റെ വസ്ത്രമെടുത്ത് ദാവീദിൻ്റെ കൈ കൊടുക്കുകയും അദ്ദേഹം അത് ഇടുകയും ചെയ്ത രംഗം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, സാവൂൾ രാജാവ് രാജഭരണം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ദാവീദ് രാജാവ് ഒളിച്ചും പാത്തും ഒക്കെ ദാവീദ് രാജാവിനെ രാജാവായിട്ട് അംഗീകരിക്കുക. ഈ അവസരത്തിൽ തനിക്കെതിരെ ഒരു വലിയ ശത്രു കടന്നു വരുന്നുണ്ടെന്ന് സാവൂളിന് മനസ്സിലാകുന്നു. അത് ദാവീദാണ് ശത്രു. ഈ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി സാവൂൾ തീരുമാനമെടുക്കുക. ഈ ആലോചനകൾ മനസ്സിലാക്കുന്ന ജോനാഥൻ സാവൂളിൽ നിന്ന് ദാവീദിനെ രക്ഷപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയൊരു പാടത്തേക്ക് പറഞ്ഞു വിട്ടിട്ട്, ഒരു തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട്, അദ്ദേഹം അപ്പൻ്റെ സാവൂൾ എന്ന് പറയുന്ന അപ്പൻ്റെ വലിയ തീവ്രമായിട്ടുള്ള ക്രോധത്തിൽ നിന്ന് ദാവീദിനെ രക്ഷപ്പെടുത്തുക. എന്നിട്ട് ദാവീദിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, വളരെ രസകരമായിട്ട് പറയുന്നൊരു ഭാഗം. അത് 23-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിലാണ്.
നീ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് വരും, നീ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് വാഴും. അതുപോലെ തന്നെ 20-ാമത്തെ അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന നല്ലതാണ്. 20-ാം അധ്യായം 12 മുതൽ 17 വരെ ജോനാഥൻ ദാവീദിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണേ, നാളെയോ മറ്റന്നാളോ ഈ സമയത്ത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവൻ നിനക്ക് അനുകൂലമാണെന്ന് കണ്ടാൽ ഞാൻ വിവരം അറിയിക്കുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, നിന്നെ ദ്രോഹിക്കാനാണ് എൻ്റെ പിതാവിൻ്റെ തീരുമാനമെങ്കിൽ അത് അറിയിച്ച് നിന്നെ ഞാൻ സുരക്ഷിതനായി പറഞ്ഞയക്കും, അല്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ. കർത്താവ് എൻ്റെ പിതാവിനോട് കൂടെ ആയിരുന്നതുപോലെ നിന്നോടുകൂടെയും ആയിരിക്കട്ടെ. ഇങ്ങനെ പറയുന്നതിലൂടെ ജോനാഥൻ പിതാവിൻ്റെ ക്രോധത്തിൽ നിന്ന് ദാവീദ് രാജാവിനെ രക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറയുന്ന ഒരു ഭാഗം വളരെ പ്രസക്തമാണ്. ഇത് വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കണം. 20-ാം അധ്യായം 14-ാം വാക്യം, ഞാൻ ജീവിച്ചിരുന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് നീ കാരുണ്യം കാണിക്കണം, മരിച്ചാൽ എൻ്റെ കുടുംബത്തോടുള്ള നിനക്കുള്ള കൂറ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, ഞാൻ ജീവിച്ചിരുന്നാൽ, ഇഫ് ഐ ആം സ്റ്റിൽ അലൈവ്, ഞാൻ ജീവിച്ചിരുന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് കാരുണ്യം കാണിക്കണം. എന്നാൽ ഞാൻ മരിച്ചാലോ എൻ്റെ കുടുംബത്തോട് നീ അവിവേകമൊന്നും കാണിച്ചേക്കരുത്, അവരെയും നീ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇസ്രായേലിൻ്റെ രാജാവാണ് എന്ന് ജോനാഥൻ വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ അധ്യായങ്ങളിലൂടെ. അപ്പോൾ ജോനാഥൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, സാവൂളിനെക്കാട്ടിലുപരിയായി, പിതാവായ സാവൂളിനെക്കാട്ടിലുപരിയായി ഇസ്രായേലിൻ്റെ രാജത്വം സ്വീകരിക്കേണ്ട വ്യക്തി ദാവീദാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ദാവീദിനെ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നതിലൂടെ ദാവീദിൻ്റെ രാജത്വം വളരുകയാണ് ചെയ്യുന്നത്. അതാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രത്യേകത. ഇങ്ങനെ പറയുകയാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തെ നീ നശിപ്പിക്കരുത്. ജോനാഥന് ഒരു മകനുണ്ടായിരുന്നു, അല്പം കാലിന് സ്വാധീനമുള്ള ഒരു മകനായിരുന്നു. അവൻ്റെ പേരാണ് മെഫീബോഷത്ത്. ആ മകനെ ജോനാഥൻ്റെ മരണത്തിന് ശേഷം, പ്രത്യേകിച്ച് ജോനാഥൻ മരിക്കുന്നത് 1 സാമൂവേലിൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിലാണ്. അദ്ദേഹം മരിക്കുന്ന അവസരത്തിൽ ജോനാഥൻ്റെ മകനായ മെഫീബോഷത്തിനെ ദാവീദ് സ്വീകരിക്കുന്നതായും നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നോക്കിക്കോണം, ദാവീദിനോടൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ ഫലം ആ ദാവീദ് സ്വീകരിക്കുകയാണ്. ജോനാഥനെ, കുടുംബത്തെ നശിപ്പിക്കാതെ ജോനാഥനോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും മെഫീബോഷത്തിനെ തൻ്റെ അന്തഃപുരത്തിൽ, രാജകുടുംബത്തിൽ സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ഇത് ദാവീദ് രാജാവിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈനാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമതായി ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നത്, ദാവീദിനെ രാജാവായിട്ട് സ്വീകരിക്കുന്നതും ദാവീദിൻ്റെ രാജ്യത്വം വളരുന്നതും ജോനാഥൻ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ്. രണ്ടാമത്തെ ഒരനുഭവമാണ് മിഖാൽ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ. ആരാണ് മിഖാൽ എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചു. മറ്റാരുമല്ല, സാവൂളിൻ്റെ പുത്രിയാണ് മിഖാൽ. ഇപ്പം സാവൂളിൻ്റെ പുത്രിയായ മിഖാലിനെ എങ്ങനെ ദാവീദിന് കിട്ടി? സൂചിപ്പിച്ചതുപോലെ ഗോലിയാത്തിനെ കൊല്ലുന്ന ആര് കൊന്നാലും അവർക്ക് എൻ്റെ പുത്രിയെ ഞാൻ വിവാഹം കഴിച്ചു തരും എന്നുള്ള പ്രഖ്യാപനം സാവൂൾ രാജാവ് 1 സാമൂവേലിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ നടത്തി. അപ്പോൾ ദാവീദ് രാജാവ് ഈ ഗോലിയാത്തിനെ നശിപ്പിക്കുന്നതിലൂടെ ഈ മിഖ എന്ന് പറയുന്ന മകളെ തൻ്റെ ഭാര്യയായിട്ട് അവൻ സ്വീകരിച്ചു. ഇങ്ങനെയാണ് മിഖ ദാവീദിൻ്റെ ഭാര്യയായിട്ട് വരുന്നത്. എന്നാൽ തന്നെയും ദാവീദ് ഈ മിഖായെ സ്വീകരിക്കുമ്പോൾ ഏകദേശം മിഖായെ സ്വീകരിക്കുന്നെങ്കിൽ തന്നെയും ദാനമായിട്ട് കൊടുത്തെങ്കിൽ തന്നെയും ഫിലിസ്ത്യരുടെ 100 ഫിലിസ്ത്യരെ നശിപ്പിച്ചുകൊണ്ട്, കൊന്നുകൊണ്ട് ഒരു 100 ഫിലിസ്ത്യരെ വധിച്ചുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദാവീദ് രാജാവിനെ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഈ ഒരു സ്ത്രീധനമായിട്ട് സ്വീകരിക്കണമെന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ 18-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി ദാവീദ് രാജാവിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം.
അഹിനോവാം എന്ന് പറയുന്ന ആദ്യത്തെ ഭാര്യ, അല്ലെങ്കിൽ മിക്ക എന്ന് പറയുന്ന ആദ്യത്തെ ഭാര്യ, അതിനുശേഷം സാവൂളിൻ്റെ ആദ്യത്തെ ഭാര്യയായ അഹിനോവാമിനെ സ്വീകരിക്കുന്നു. അഹിനോവാമിനെയും അബിഗായിലിനെയും ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നാബാലിൻ്റെ ഭാര്യയായ അബിഗായിലിനെ സ്വീകരിക്കുന്നു. ഇങ്ങനെ അഹിനോവാം, അബിഗായിൽ എന്നിവരൊക്കെ ഭാര്യമായിട്ട് വന്നപ്പോൾ സാവൂൾ പറഞ്ഞു, എൻ്റെ മകളെ ഇനി ഇവൻ സ്വീകരിക്കുകയില്ല, എൻ്റെ മകളെ ഇവൾ പുറന്തള്ളും, അതുകൊണ്ട് ഞാൻ അവനിൽ നിന്ന് എൻ്റെ മകളെ പിടിച്ചെടുക്കുകയാണ്. സാവൂൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന്, സാവൂള് ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ദാവീദിന് ദാനമായിട്ട് കൊടുത്ത, സമ്മാനമായിട്ട് കൊടുത്ത മിഖാൽ എന്ന് പറയുന്ന മകളെ അവളിൽ നിന്ന് തിരിച്ചു വിളിക്കുകയും പ്ലാത്തി എന്ന് പറയുന്ന ഒരു രാജാവിന് നൽകുകയും ചെയ്തു. അങ്ങനെ മിഖാലും ദാവീദും തമ്മിലുള്ള ബന്ധം ഇവിടെ ഉലയുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാവൂളിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ ഇഷ്ബാൽ അല്ലെങ്കിൽ ഇഷ് ബൊഷേത്ത് എന്ന് പറയുന്ന മകൻ രാജാവായിട്ട് വാഴുന്നു. ആ സമയത്താണ് അബ്നേർ എന്ന് പറയുന്ന ഒരു പടത്തലവൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അബ്നേർ എന്ന് പറയുന്ന പടത്തലവനും ഇഷ്ബാലും തമ്മിലുള്ള ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം മൂലം അബ്നേർ ഓടി വന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു, എൻ്റെ രാജാവായ ഇഷ്ബാലിൻ്റെ രാജ്യം ഞാൻ നിനക്ക് തരാം, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തും നിനക്ക് തരാം. ഒറ്റ കണ്ടീഷൻ, ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കണം. ദാവീദ് രാജാവ് പറഞ്ഞു, ശരി, അങ്ങനെ ആകട്ടെ, ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കാം. അതിനു മുൻപായി എനിക്കൊരു ഉപകാരം ചെയ്യണം. പ്ലാത്തി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് എനിക്ക് എൻ്റെ ഭാര്യയായ മിഖാലിനെ തിരിച്ചു കിട്ടണം. അബ്നേർ പറഞ്ഞു സമ്മതിച്ചു. മിഖാലിനെ തിരിച്ചു കൊടുത്തു. അതുവഴിയായി ദാവീദ് രാജാവിന് മിഖാലിനെ വീണ്ടും കിട്ടുകയാണ്. എന്നാൽ കുറച്ച് മുന്നോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈ മിഖാല് ദാവീദിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. 2 സാമുവേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദാവീദ് രാജാവ് കിരിയാത്ത് യറീം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് പുരോഹിതന്മാർ ചുമക്കുന്നു. ആ വാഗ്ദാന പേടകത്തിൻ്റെ ആഘോഷമായ പ്രദക്ഷിണം ജെറുസലേമിലേക്ക് വന്നപ്പോൾ ആ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ നിന്ന് രാജാവായ ഈ മനുഷ്യൻ നിറഞ്ഞു തുള്ളുകയാണ്. തുണിയെല്ലാം പറിച്ചിട്ടിട്ട് അദ്ദേഹം നഗ്നനായിട്ട് തുള്ളുക. കൊട്ടാരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഈ മിഖാല് ഇത് കണ്ടിട്ട് ദാവീദ് രാജാവിനോട് പറയുകയാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവല്ലേ, നീ ഇസ്രായേലിൻ്റെ രാജാവല്ലേ. ആ രാജ്യത്വം അദ്ദേഹം ഏറ്റുപറയുക, ആ സ്ത്രീ ഏറ്റുപറയുകയാണ്. എന്തിനാണ് പിന്നെ ഇതിന് നിറഞ്ഞു തുള്ളുന്നത്? നാണമില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് നഗ്നനായിട്ട് തുള്ളാൻ? തിരുവചനം പറയുന്ന ഇപ്രകാരമാണ്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൾക്ക് കർത്താവ് ഒരു ശിക്ഷ കൊടുത്തു, അവൾ വന്ധ്യയായിരുന്നു. നോക്കിക്കേ, അതിൻ്റെ അർത്ഥം പൊളിറ്റിക്കൽ റീസണുണ്ട്. കാരണം ഇവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യത്തെ ഭാര്യ എന്ന രീതിയിൽ ആ കുഞ്ഞിന് വേണം അടുത്ത രാജപദവി കൊടുക്കാൻ. ഈ രാജപദവി കൊടുത്തു കഴിയുമ്പോൾ മിഖാൽ ആരുടെ പുത്രിയായിരുന്നു? സാവൂളിൻ്റെ പുത്രിയായിരുന്നു. അതിനാൽ തന്നെ ഈ മിഖാലിൽ നിന്ന് കടന്നു വരുന്ന മകൻ സാവൂളുമായിട്ട് താരതമ്യം ചെയ്യുകയും സാവൂളിൻ്റെ ഭരണം ഇവിടെ കടന്നു വരാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് കാരണം ഈ സ്ത്രീയെ വന്ധ്യയായിട്ട് അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ചെയ്യുക. എങ്കിൽ തന്നെയും വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു ദൈവം കൊടുക്കുന്ന ശിക്ഷയായിട്ട്, കർത്താവ് കൊടുക്കുന്ന ശിക്ഷയായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. അങ്ങനെ രണ്ടാമത്തെ വ്യക്തിയായ മിഖാല് ദാവീദിൻ്റെ രാജ്യത്വം ഏറ്റുപറയുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് മാറുകയും ചെയ്യുന്നു. ഇനി അടുത്ത രംഗമാണ് സാവൂളും ദാവീദും തമ്മിലുള്ള യുദ്ധം. നല്ല രസമാണ് സാവൂളും ദാവീദും തമ്മിലുള്ള യുദ്ധം. അത് ഇപ്രകാരമാണ്. സാവൂള് ദാവീദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവിധ ചട്ടക്കൂട്ടുകളും ഉണ്ടാക്കുകയാണ്. മിഖാല് തന്നെ ഒരു ദിവസം ഈ സാവൂളിൽ നിന്ന് ദാവീദിനെ രക്ഷിക്കുന്ന രംഗമുണ്ട്. ദാവീദ് സാവൂളിനോട് പറഞ്ഞു, ഇവൻ പനി പിടിച്ച് കിടക്കുക, ദാവീദ് പനി പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, അവൻ അവിടെ കിടന്നോട്ടെ എന്ന് സാവൂൾ പറഞ്ഞു.
എന്നിട്ട് ഈ സാവൂൾ ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ മിഖാല് അവൻ കിടക്കുന്ന മെത്തയിൽ വേറൊരു ഡമ്മി ഉണ്ടാക്കിയതിന് ശേഷം ഇവനെ ആ ജനലിൻ്റെ അകത്തൂടെ ഇറക്കി താഴേക്ക് വിട്ടു. സാവൂൾ ഇങ്ങനെ ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് വരികയാണ്. മുറിയിലേക്ക് കയറി വാളുകൊണ്ട് വെട്ടുകൊടുത്തു. ഡമ്മിയിലാണ് കിട്ടിയത്. നോക്കിക്കേ, ഇങ്ങനെ മിഖാല് ദാവീദിനെ രക്ഷിക്കുന്ന രംഗങ്ങളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഇവിടെ ദാവീദും സാവൂളും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് സാവൂള് പ്രവേശിക്കുന്നത് 21-ാമത്തെ അധ്യായത്തിൽ അഹിമേലെക്കിൻ്റെ പ്രീസ്റ്റായ അഹിമേലേക്ക് താമസിച്ചിരുന്ന നോബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ ദാവീദ് പ്രവേശിക്കുകയാണ്. ഇദ്ദേഹം ദാവീദിന് ഒളിച്ചോടി പോവുക. അവിടെയാണ് അബിയാത്തർ പുരോഹിതനായിട്ട് നിൽക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്ന പോലെ അബിയാത്തർ പുരോഹിതനായിരിക്കെ ദാവീദും അനുചരന്മാരും ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ സാധിക്കാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതിനെ കുറിച്ചൊക്കെ ഈശോ ഉദ്ധരിക്കുന്നുണ്ട്. അതിൻ്റെ സംഭവമാണ് 1 സാമുവേലിൻ്റെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ സാങ്ച്വറിയിലാണ്, ആ ദേവാലയത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ കപ്പേളയിലാണ് ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു വാള് അവിടെ വത്തിരിക്കുന്നത്. ഇങ്ങനെ ദാവീദ് രാജാവ് അവിടെ കയറി പെട്ടെന്ന് സാവൂൾ അത് അറിയുന്നു. സാവൂൾ നേരെ പോകുന്നത് നോബ് എന്ന് പറയുന്ന സ്ഥലത്ത് ദാവീദിനെ അന്വേഷിച്ച് ദാവീദ് അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി. സാവൂൾ എന്ത് ചെയ്തു? അത്രമാത്രം ക്രോധത്താൽ അവിടെയുള്ള എല്ലാ പുരോഹിതന്മാരെയും നശിപ്പിക്കുകയും അബിയാത്തർ മാത്രം രക്ഷപ്പെടുകയും ചെയ്തു. ഇതെന്താണെന്ന് സൂചന എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഏലി എന്ന് പറയുന്ന പുരോഹിതന് ദൈവം കൊടുത്ത ശിക്ഷയുടെ പൂർത്തീകരണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഇവിടെ ഇതിനുശേഷം ഇദ്ദേഹം ഈ മനുഷ്യനെ, ദാവീദ് രാജാവിനെ നശിപ്പിക്കാൻ വേണ്ടി സാവൂൾ പിന്നാലെ നടക്കുക. അങ്ങനെയാണ് 2 പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുക. 24-ാമത്തെ അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലും. സംഭവം ഇങ്ങനെയാണ്. ദാവീദ് സാവൂളിൽ നിന്ന് ഒളിച്ചോടി പോവുക. അദ്ദേഹം പോകുന്നത് ഒരു ഗുഹയ്ക്കുള്ളിൽ യൂദായിലെ മലമ്പ്രദേശത്ത് ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറുക. ഏൻ ഗേദി എന്ന് പറയുന്ന ഗുഹയ്ക്കുള്ളിൽ. ആ ഗുഹയ്ക്കുള്ളിൽ ദാവീദ് നിൽക്കുന്നു. ഗുഹയ്ക്ക് വെളിയിൽ അദ്ദേഹത്തെ കാത്ത്, പുറത്തേക്ക് വരാൻ കാത്ത് സാവൂളും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരും നിൽക്കുന്നു. എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ഈ സാവൂളിനെ നശിപ്പിക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മുടെ ഈ ദാവീദ് രാജാവിനുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നപ്പോൾ കാണുന്നത് കൂർക്കം വലിച്ചുറങ്ങുന്ന സാവൂളിനെയാണ്. ഇങ്ങനെ എല്ലാം ഒരു വാളെടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ അന്നേരം തീരും സാവൂൾ. അതോടുകൂടി ദാവീദിന് രാജാവാകാം. പക്ഷേ ദാവീദ് എന്ത് ചെയ്തെന്നറിയാവോ? ദാവീദ് അവൻ്റെ തുണിയുടെ ഒരു ഭാഗം മാത്രം കണ്ടിച്ചിട്ട് പോയി. പറയുകയാണ്, കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ ഒരിക്കലും നശിപ്പിക്കുകയില്ല. ഉടനെ ഈ മനുഷ്യൻ പറയുന്നൊരു ഭാഗമുണ്ട്, സാവൂൾ പറയുന്ന ഭാഗമുണ്ട്. സാവൂൾ ദാവീദിനോട് പറയുകയാണ്, അല്ലയോ ദാവീദേ, ഇത് നിന്റെ സ്വരമല്ലേ? 24-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. ദാവീദ് സാവൂളിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ, എൻ്റെ മകനെ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. ദാവീദിൻ്റെ മുമ്പിൽ സാവൂൾ ഉറക്കെ കരയുക, കൊല്ലാൻ വന്നയാളാ. അവൻ ദാവീദിനോട് പറഞ്ഞു, നീ എന്നേക്കാൾ നീതിമാനാണ്. ഞാൻ നിനക്ക് ചെയ്ത നിന്റെ തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു. കർത്താവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എന്നോട് എങ്ങനെ പെരുമാറിയെന്ന് ഇന്നും നീ കാണിച്ചു തന്നു. ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ? ഇന്ന് നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് തീർച്ചയായും നന്മ ചെയ്യട്ടെ. തീർച്ചയായും നീ രാജാവാകുമെന്നും ഇസ്രായേലിലെന്നും എനിക്കറിയാം. ഇസ്രായേലിൻ്റെ രാജ്യത്വം നിന്നിൽ സ്ഥിരപ്പെടുമെന്നും എനിക്കറിയാം. ആകയാൽ എനിക്ക് ശേഷം എൻ്റെ സന്തതിയെ നിർമൂലമാക്കി എൻ്റെ നാമം
എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നീ എന്നോട് സത്യം ചെയ്യണം. ദാവീദിന്റെ മുമ്പിൽ സാവൂളിനുണ്ടാകുന്ന മാനസാന്തരം ഒരു ചെറിയ പ്രവൃത്തിയെ ചെയ്തുള്ളൂ. കൊല്ലാമായിരുന്നു അദ്ദേഹത്തെ, പക്ഷേ എന്ത് ചെയ്തു? വെറുതെ വിട്ടു. ഒരു തുണിക്കഷ്ണം കണ്ടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ ഒരിക്കലും നശിപ്പിക്കുകയില്ല. ഇത് കണ്ടിട്ട് മനസ്സരിഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ടോട് പറയുകയാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവാകും. നിന്റെ രാജ്യത്വം ഇസ്രായേൽ എന്നും നിലനിൽക്കും. അതുമാത്രമല്ല, നീ ഇസ്രായേലിൻ്റെ രാജാവാകുമ്പോൾ എൻ്റെ കുടുംബത്തെ നീ നിർമ്മാർജ്ജനം ചെയ്യരുതേ. അത് ശിരസാ വഹിച്ചുകൊണ്ട് ദാവീദ് രാജാവ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ദാവീദിൻ്റെ രാജ്യത്വം അദ്ദേഹത്തിൻ്റെ ബദ്ധശത്രുവായ സാവൂൾ പോലും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തിൻ്റെ അർത്ഥം. ഇനി 1 സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്, അബിഗായിൽ എന്ന് പറയുന്ന സ്ത്രീയെ. എന്താണ് ആ സ്ത്രീയുടെ പ്രത്യേകത? സാവൂള് ദാവീദിനെ ഇട്ടോടിക്കുക. വീണ്ടും ദാവീദ് ഓരോ പ്രദേശത്തോട് ചെന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ അവസരത്തിലാണ് അദ്ദേഹം ഗലീലി പ്രദേശത്തെ കാർമൽ മലയിലൂടെ യാത്ര ചെയ്തത്. ഇങ്ങനെ ദാവീദിൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം ചോദിക്കുന്നു. നബാൽ എന്ന് പറയുന്ന കാർമലിൽ താമസിക്കുന്ന നബാൽ എന്ന് പറയുന്ന വ്യക്തിയോട് ഭക്ഷണം ചോദിക്കുന്നു. ഭക്ഷണം കൊടുക്കുന്നില്ല. അവസാനം അദ്ദേഹത്തെ വധിക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ വിധവയായ ഭാര്യ അബിഗായിൽ കാലേബ് വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 13-14 അധ്യായങ്ങളിൽ 15 അധ്യായങ്ങളിൽ കാലേബ് വംശത്തിന് കൊടുത്ത സ്ഥലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലമാണ്. വാക്ക് ശ്രദ്ധിച്ചോണം, ഹെബ്രോൺ, ഹെർമോൺ അല്ല കേട്ടോ, ഹെബ്രോൺ. പിതാക്കന്മാരെ അടക്കം ചെയ്ത സ്ഥലമാണ് ഹെബ്രോൺ. ഈ സ്ഥലത്ത് വളർന്ന വ്യക്തിയാണ് അബിഗായിൽ. അതുകൊണ്ട് ഈ നബാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വിധവയായ ഭാര്യ ഈ അബിഗായിൽ നബാലിൻ്റെ മരണത്തിന് ശേഷം ഈ ദാവീദിനെ സന്ദർശിക്കാൻ വേണ്ടി വരികയുന്ന രംഗമാണ് 25-ാമത്തെ അധ്യായം. അവളെ സ്വീകരിക്കുന്ന അബിഗായിലിനെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്ന ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട്. അബിഗായില് കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന് നീയെന്നും ഇസ്രായേലിൻ്റെ രാജാവാണ് നീയെന്നും പ്രഖ്യാപിക്കുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 25-31 നമ്മൾ പോയി നോക്കാം. 25-ാം അധ്യായം 31-ാമത്തെ വാക്യം. അപ്പോൾ കാരണമില്ലാതെ രക്തം ചിന്തിയെന്നോ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്തെന്നോ ഉള്ള വ്യഥയും മനസാക്ഷി കുത്തും അങ്ങേക്കുണ്ടാവുകയില്ല. കർത്താവ് നന്മ വരുത്തുമ്പോൾ അങ്ങയുടെ ഈ ദാസിയെയും കൂടി ഓർക്കണമേ. അതായത് ഈ നബാലിനെ വധിച്ചത് ദാവീദ് രാജാവല്ല എന്ന് അബിഗായില് ഏറ്റുപറയുക. എന്നിട്ട് പറയുകയാണ്, നീ ഈ ജനത്തെ, ഈ പാപിയായ എന്നെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന് ഒരിക്കലും ഒരു കാരണവശാലും മോശം പറയാൻ പാടില്ല എന്നുള്ള ആ ഒരു ഉത്തരവ് അവൾക്ക് കൊടുക്കുകയാണ്. അതുവഴിയായി അബിഗായിലും രാജത്വം ഏറ്റുപറയുകയാണ്. അബിഗായിലിനെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നതിന് പിന്നിൽ ഒരു ചരിത്രപരമായിട്ടുള്ള വസ്തുത ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അബിഗായിൽ ഏത് നാട്ടുകാരത്തെയാണ്? ഹെബ്രോൺ നാട്ടുകാരത്തി. ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ജൂദാ ദേശക്കാർ വന്ന് ആദ്യമായി ഈ ദാവീദ് രാജാവിനെ രാജാവാക്കുന്നത്. അത് 2 സാമുവേലിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലാണ് ഈ രാജത്വം കൊടുക്കുന്നത്. അവിടേക്ക് ദാവീദ് രാജാവ് പോകുമ്പോൾ കൂടെ കൊണ്ടുപോയത് അഹീനോവാം എന്ന് പറയുന്ന ഭാര്യയെയും അബിഗായിൽ എന്ന് പറയുന്ന ഭാര്യയുമാണ്. അബിഗായിലിനെ കണ്ട മാത്രയിൽ ഹെബ്രോണിലുണ്ടായിരുന്ന ആ വ്യക്തികൾ, പ്രത്യേകിച്ച് കാലേബ് വംശക്കാര്
അബിഗായിലിനെ കണ്ട മാത്രയിൽ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുകയും അവളുടെ കൂടെ വന്ന വ്യക്തിയായ ഈ ദാവീദ് രാജാവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഇത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള, ചരിത്രപരമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ഈ അബിഗായിലൂടെ ദാവീദ് രാജാവിൻ്റെ രാജ്യത്വം അദ്ദേഹം ഏറ്റുപറയുകയാണ്. ഇനി വരുന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ച് ദാവീദ് രാജാവ് എങ്ങനെയാണ് ഇസ്രായേലിൻ്റെയും ജൂദാദേശത്തിൻ്റെയും രാജാവായി എന്നുള്ളതും അതിനുശേഷം അദ്ദേഹം നടത്തുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളും ദൈവമായ കർത്താവ് അദ്ദേഹത്തിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുമുള്ള ഭാഗങ്ങളാണ് ഇനി അടുത്ത എപ്പിസോഡിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത്. പ്രത്യേകിച്ച് അതിൻ്റെ സെൻട്രൽ പോർഷനായ 2 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം മുഴുവനും നമ്മളുടെ പഠനത്തിനും വിചിന്തനത്തിനുമായിട്ട് നമ്മൾ മാറ്റിവെക്കും. കാരണം ദൈവമായ കർത്താവ് ഒരു രാജ്യത്വം സ്ഥാപിക്കാൻ പോകുന്ന ജൂദാ ഗോത്രത്തിന് കൊടുക്കുന്ന അനുഗ്രഹം, നിന്റെ ദിവസങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ ഒരു ഔരസപുത്രനെ നിന്നിൽ നിന്ന് ഉയർത്തും, അവൻ്റെ രാജ്യം ഞാൻ സുസ്ഥിരമാക്കും, അവൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് രാജാവിനും ജൂദാ ഗോത്രത്തിനും കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ കഥകളാണ് ഇനി അടുത്ത എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നന്ദി.